പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര നമ്മുടെ ചിറ്റാർ പടയണിപ്പാറ കോട്ടപ്പാറ മലനടയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു കാഴ്ചയാണ് രാവിലത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അതിമനോഹരമായ ഒരു വഴിയാണിത് കേട്ടോ. ഏതാണ്ട് 1000 വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഞായറാഴ്ച ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഏപ്രിൽ 19, 20, 21 തീയതികളിലാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. ഇതാണ് ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായ മലയപ്പൂപ്പൻ നടയിൽ കരിക്ക് പടയണി, അതുപോലെ തന്നെ മലനടയിൽ താമ്പൂല സമർപ്പണം, പടയണിക്ക് തൊണ്ട് കളഞ്ഞ കരിക്ക്, വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്, പുകയില, വറപൊടി, വിറകടുപ്പിൽ ചുട്ടെടുത്ത കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവ സമർപ്പിക്കാവുന്നതാണ്. താമ്പൂല സമർപ്പണത്തിനുള്ള സാധനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നിന്നും നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. ഭക്തജനങ്ങളെ, ഗിരിശൃംഗങ്ങളാലും തരുലതാദികളാലും വർണ്ണാഭമായ തിരുവപ്പാറക്കോട്ടയിലേക്ക് യുഗാബ്ദങ്ങൾക്ക് മുമ്പേ സപ്തർഷികളും ആദിമഗോത്ര സമൂഹവും മറ്റിതര സമൂഹങ്ങളും വന്യമൃഗങ്ങളാലായ ആന, പുലി, കടുവ, വാനര ശ്രേഷ്ഠന്മാരെല്ലാം പൂജിച്ച് പരിപാലിച്ചു പോന്നിരുന്നതുമായ ഈ പുണ്യഭൂമിയിൽ ദേവഗണങ്ങളുടെ തിരുവിശേഷത്തിന്റെ അടയാളമായി അമ്പും വില്ലും കാലടിപ്പാടുകളും നാഗദേവത രൂപങ്ങളും കാണപ്പെടുന്നു. ദേവപ്രശ്നവിധി പ്രകാരം ശാന്തഭാവത്തോടെ സൃഷ്ടിസ്ഥിതി സംഹാരകനും കൈലാസവാസനുമായ ശ്രീ മഹാദേവനും ദേവലോകത്തിനും ലോകത്തിനും സർവവ്യാപ്തിയും വിരാജിക്കുന്ന ശ്രീ മഹാവിഷ്ണുവും ശ്രീ മഹാദേവന്റെയും മോഹിനിയുടെയും അരുമയായി വേട്ടയ്ക്കൊരു മകൻ പാപത്തിൽ ശ്രീ അയ്യപ്പനും ഇഷ്ടവരദായനായ ശ്രീ മഹാഗണപതിയും നാഗദേവതകളും മലദൈവങ്ങളും കുടികൊള്ളുന്നു. നാടിനും നാട്ടുകാർക്കും ഭക്തിയോടെ അകമിഴഞ്ഞ് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മലയപ്പൂപ്പനും മലയൂരാളിയും നാഗദൈവങ്ങളും കുടികൊള്ളുന്ന കാവും അനുഗ്രഹിതമായ ഈ പുണ്യസ്ഥലത്ത് ജീവിച്ചു പോന്ന നമുക്ക് തൊഴുകൈകളോടെ സാഷ്ടാംഗം നമസ്കരിക്കാം. തിരുവപ്പാറക്കോട്ട തിരുവുത്സവത്തിന് ബഹുമാനരായ എല്ലാ ഭക്തജനങ്ങളുടെയും മഹനീയമായ സാന്നിധ്യം, സഹായ സഹകരണം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ഭക്തജനങ്ങളും സർവാത്മാ സഹകരിച്ചും സഹായിച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിച്ചും മംഗളമാക്കി തീർക്കണമെന്ന് മഹാദേവന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ക്ഷേത്രത്തിന് തിരുസന്നിയിൽ ആ ഉത്സവത്തോടനുബന്ധിച്ചുള്ളൊരു വീഡിയോ എടുക്കാനെ കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1-ാം ദിവസം മേടം 19-ാം തീയതി ഞായറാഴ്ച രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. ഉച്ച കഴിഞ്ഞ് ഭാഗവത പാരായണം, നട തുറക്കൽ, ദീപാരാധന, ദീപക്കാഴ്ച, അത്താഴപൂജ, നടയടയ്ക്കൽ. 7 മണിക്ക് ഭജന, ശ്രീ മുരുക ഭജന സമിതി കൊടുമുടി. 9 മണിക്ക് നൃത്തനൃത്യകൾ, JKC കാരികയും അവതരിപ്പിക്കുന്ന ചിറ്റാർ. 2-ാം ദിവസം ഏപ്രിൽ 20 പതിവ് പോലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ. അത് കഴിഞ്ഞ് 2 മണിക്ക് ഭാഗവത പാരായണം, നട തുറക്കൽ, ദീപാരാധന, ദീപക്കാഴ്ച, ഭാഗവത് അത്താഴപൂജ, നടയടയ്ക്കൽ. 7 മണിക്ക് നൃത്തനൃത്യങ്ങൾ, അവതരണം വീണ ശ്രീലാൽ, പടയണിപ്പാറ. 8 മുതൽ നൃത്തനൃത്യങ്ങൾ, അവതരണം പാർത്ഥസാരഥി കലാസമിതി, ചിറ്റാർ.
മൂന്നാം ദിവസം നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, വിഷപൂജ. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം 12 മണി മുതൽ അന്നദാനം സമർപ്പണം. ശ്രീ രാകേഷ് സി ചെരിയമ്പുറത്ത്. എഴുന്നള്ളത്ത് 3 മണിക്ക് എഴുന്നള്ളത്ത് ഘോഷയാത്ര ക്ഷേത്ര സമിതിയിൽ നിന്നും മണിയാർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. തിരികെ 4 മണിക്ക് ശ്രീ മണിയാർ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് ആരംഭിച്ച് പടയനിപ്പാറ വഴി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. ആ തിരു എഴുന്നള്ളത്തിന് ചെണ്ടമേളം, കൈകൊട്ടിക്കളി, കരകം, പമ്പമേളം, ഡിജിറ്റൽ തെയ്യം, കൊട്ടക്കാവടി മേളം, തകിൽ, നാദസ്വരം എന്നിവ ഉണ്ടായിരിക്കുന്നതുമാണ്. രാത്രി 9 മണിക്ക് പുലി പത്തനംതിട്ട അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ദൃശ്യാവിഷ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്ന നിമിഷത്തിലാണ് അവിടെ ഒരു കൊച്ചു കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുകയാണ്. അതിലും ഒന്ന് പങ്കെടുത്തു, അവരുടെ ഈ വീഡിയോ ഒന്നെടുത്തു. അതിമനോഹരമായ ചില കാഴ്ചകളല്ലേ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് എൻ്റെ ഫോണിലേക്ക് ഞാൻ പകർത്തി നിങ്ങൾക്കായി സമർപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. സാക്ഷാൽ ശ്രീ മഹാദേവന്റെ തിരുമുമ്പിൽ ഈ കൊച്ചു കുഞ്ഞിന് ഇന്ന് ചോറ് കൊടുക്കുകയാണ്. അതോടെ പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ദാ ഒരു കൊച്ചു കുഞ്ഞ് അവിടെ കുഞ്ഞ് കൈ കൊണ്ട് മറ്റേ കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ച. സ്വന്തമായിട്ട് പുള്ളിക്കാരി ഒന്ന് കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ചെണ്ടമേളം ചിദംബരം കലാസമിതി വടശ്ശേരിക്കര, കൈകൊട്ടിക്കളി പാർത്ഥസാരഥി കലാസമിതി ചിറ്റാർ, കരകം ഐഡിയ കലാസമിതി മിഴുവേലി, പമ്പമേളം ഐഡിയ കലാസമിതി മിഴുവേലി, ഡിജിറ്റൽ തെയ്യം ഐഡിയ കലാസമിതി മിഴുവേലി, കൊട്ടക്കാവടി ഐഡിയ കലാസമിതി മിഴുവേലി, മേളം പാണി നിക്കാട് ഹരീഷ് കുമാർ അനുസംഘം, തകിൽ നാദസ്വരം ക്ഷേത്രം കലാപീഠം കലജൂർ അഭിഷേക് വൈശാഖ്. ഇതിൽ 9 മണിക്ക് പുലി പത്തനംതിട്ട അവതരിപ്പിക്കുന്ന അതിമനോഹരമായ നാടൻ ദൃശ്യാവിഷ്കാരമുണ്ട്. എല്ലാവരും എത്തണം.